സാറേ ഞാൻ ഈ തിരക്കഥ കൊടുത്തിട്ട് എൻ്റെ ബാഗ് എടുത്ത് തോളിൽ ഇടുമ്പോൾ ഇയാളുടെ അസിസ്റ്റന്റായി, അതായത് നാനയുടെ പഴയ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന കൊല്ലം മോഹൻ ചേട്ടന്റെ മകനെ ഇട്ടിട്ട് പറയാം എൻ്റെ ബാഗ് പരിശോധിച്ചോളെ സാർ പ്രിവിറ്റ്. പക്ഷെ ഇയാളുടെ ബോഡി പറഞ്ഞ് കബിൽക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ഇയാളുടെ ഹാൻഡ് പ്രിന്റ് ഉള്ള മുഴുവൻ ചുവന്ന ഇങ്കി വെച്ചാണ് അയാളുടെ കയ്യച്ചൽ എഴുതിയത്. അത് ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കൃത്യമായി തെളിവുകളുണ്ട്. ഞാൻ നോട്ടറി ആയിട്ട് അറ്റസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ഓൺലൈനും തിരക്കഥയും കോടതിയിൽ ഹാജരാക്കി. ഇതിന്റെ റിലീസ് തടയണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഡിസംബർ 23 2012 ഡിസംബർ 23 വൈകിട്ട് 5 മണിക്ക് വിധിയിലാണ് പടം റിലീസ് ചെയ്യണം. കാരണം തിയേറ്ററുകളിൽ ബ്ലോക്കിലാണ്, ഒപ്പം തന്നെ 7 നിൽക്കുന്ന പടമാണ്. പക്ഷെ ഈ പടം റിലീസ് ചെയ്യാൻ കുറെ നിബന്ധനകളുണ്ട്. ഒന്ന്, എഴുത്തുകാരുടെ പേര് കാണിക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് കോട്ടയം കോടതി ഉത്തരവ് എഴുതി കാണിക്കണം. ഈ സിനിമയിൽ ഇങ്ങനെ കൃത്യമായ ഒരു കേസുള്ളതാണെന്നും ആ കേസ് അവസാനിച്ച ശേഷം മാത്രമേ എഴുത്തുകാരുടെ പേര് അതിൽ ചേർക്കാവുള്ളൂന്നും, അത് മാത്രമല്ല ഇതിന്റെ ഒരു റൈറ്റ്സും കേൾക്കാൻ പാടില്ല. സാറ്റലൈറ്റ്, ഓവർസീസ്, OTT തുടങ്ങി ഒരു പ്ലാറ്റ്ഫോമും മറ്റ് ഭാഷാ മൊഴിമാറ്റം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിന്റെ ഉറപ്പിലേക്ക് 5 ലക്ഷം രൂപ അദ്ദേഹത്തോട് കെട്ടിവെപ്പിച്ചു. അങ്ങനെ പടം റിലീസ് ചെയ്തു. പക്ഷേ കോടതി വിധി അവരെഴുതി കാണിച്ചില്ല. അവര് കോടതി വിധികളെല്ലാം മാറ്റി പറഞ്ഞു. അവരുടെ ഭേദരവിയുടെ പേരെഴുതി കാണിച്ചു. അങ്ങനെ പടം റിലീസായി. ഈ വിധി വന്ന ഡിസംബർ 24 രാവിലെ 6 മണിക്ക് എനിക്കൊരു ഫോൺ വരുന്നു. പരിചയമില്ലാത്ത നമ്പർ. ഞാൻ എടുത്തു. പത്രങ്ങളിലൊക്കെ ഭയങ്കര വാർത്ത. ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞു, എടാ ഞാൻ മേധരവിയ, നിന്നെ ഞാൻ തീർച്ച 60 ലക്ഷം രൂപ ഞാനങ്ങ് മുടക്കും. കോയമ്പത്തൂരിലെ പാണ്ഡിപ്പിള്ളാരം നിന്റെ കയ്യില്, നീ സൂക്ഷിച്ചോളാമോ? ഞാനിത് റെക്കോർഡ് ചെയ്തു. ഞാൻ നേരെ എൻ്റെ അഡ്വക്കറ്റിനെ പോയി തന്നു. വക്കീല് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അന്ന് കോട്ടയം SP ആയിട്ട് ഗോപിനാഥൻ സാറാണെന്നാണ് എൻ്റെ സ്മരണ. ഓഫീസ് സാറിനെ കണ്ടു. ഓഫീസ് സാർ ഇതെല്ലാം വായിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഈ പരാതി ഫയൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഓസ് ഓഫ് ആക്ഷൻ നടന്നിരിക്കുന്നത് പട്ടാഭിതം ഇന്ന യാതൊരു വഴി ഇതെനിക്ക് വെച്ചോടെ ഞാൻ പെട്ടു.